സെമി ഫൈനലിലെ അർജന്റീനയുടെ മിന്നും വിജയം ആഘോഷമാക്കുകയാണ് കോഴിക്കോട്ടെ ആരാധകർ. ഇത്തവണയും കപ്പടിക്കുക മെസ്സിയും കൂട്ടരും എന്നാണ് ആരാധകരുടെ പക്ഷം. ഇനി ഫൈനൽ പോരാട്ടത്തിന് കാത്തിരിക്കുകയാണ് ഓരോ ഫുട്ബോൾ പ്രേമിയും. കോഴിക്കോട് നിന്ന് അരുൺ കൊടുങ്കുർത്ത ഇറക്കിയ റിപ്പോർട്ടിലേക്ക്. അർജന്റീന ആരാധകരെ സംബന്ധിച്ചോളം, മെസ്സി ആരാധകരെ സംബന്ധിച്ചോളം ഈ നിമിഷം ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത്ര വലിയൊരു വിജയമാണ് സമ്മാനിച്ചത്. എങ്ങനെയാണ്? അതൊന്നും പറയാനില്ല. ഇതൊരു ഫിഫ കളിച്ചെന്നോ ഒരു പെനാൽറ്റി കിട്ടിയെന്നോ ആർക്കും പറയാൻ കഴിയില്ല. 80 മിനിറ്റ് വരെ പടകം വാങ്ങാൻ പോയ ടീമുണ്ട് ഇതിനുള്ളിൽ നിന്നും. അവർ വരെ ഞാൻ പറഞ്ഞേ, അർജന്റീന കളി നിങ്ങൾ ഫുൾ ടൈം കഴിഞ്ഞിട്ട് നിങ്ങൾ പോവാ. ഇന്നിപ്പോൾ ഗോളിൻ്റെ മികവുകൊണ്ട് മാത്രമാണ് 4 അടിക്കാത്തത്. അല്ലെങ്കിൽ 4 ഗോൾ അടിക്കേണ്ടതാണ്. അതേമാതിരി അർജന്റീനയ്ക്ക് ഓരോ പ്ലേയേഴ്സ് കയറുമ്പോൾ അതിനനുസരിച്ച് സൂപ്പർ ഹീറോസ് ആണ് ഇറങ്ങേണ്ടത്. ലോട്ടർ ഇറങ്ങിയാണ്ടില്ല ഞങ്ങൾ. ഓൻ ഇറങ്ങിയ പാടന്നെ 2ാമത്തെ ടച്ച് ഗോളാണ്. അതേമാതിരി ഞങ്ങൾക്ക് ഡീപ്പോൾ സെൻറ്ററിൽ നിന്നും ബോൾ കൊണ്ട് ചിത്രം വരയ്ക്കായിരുന്നു. ഇംഗ്ലണ്ട് പിക്ചറിലില്ല. ഒരു ഗോൾ അടിച്ചതിന് ശേഷം ഇംഗ്ലണ്ടിന് ഒരു അറ്റാക്കും വന്നില്ല. ഹാരിക്കൈനെ കണ്ടുകണോ? അവർ പ്ലേയേഴ്സിനെ കണ്ടുകണോ? ഹാരിക്കൈനെ 2 പ്രാവശ്യം ഇതിൽ കാട്ടിയത്. അതാ പറയാം, മെസ്സി ഒന്ന് ഉണർന്നാണ്ടല്ലോ ഈ ഒരു ടീമിന് അടിക്കാൻ കഴിയില്ല. അതാണ് വമോസ് അർജന്റീന. അതടിക്കും. ഇതുവരെ വന്ന് ഞങ്ങൾ അതും അടിക്കും. വമോസ്. അതിലാണ് വലിയൊരു ആവേശത്തോടെ വലിയ ആവേശത്തിൽ തന്നെയാണ് അർജന്റീന. നല്ലൊരു കമ്പാക്ക് ആണ്. നമ്മളിതാ സ്പെയിന് കാത്തിരിക്കുകയാണ്. അർജന്റീന നമ്മൾ കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നടക്കാതിരുന്ന ഫൈനലിസിമ എല്ലാവരും നമ്മൾ വരെ ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുന്നു. യമാലും മെസ്സിയും തമ്മിലുള്ള പോരാട്ടം. ആ ഒരു പോരാട്ടത്തിന് ഇപ്പൊ വേൾഡ് കപ്പ് ഫൈനൽ സാക്ഷ്യം വഹിക്കാൻ പോവാണ്. സ്പെയിൻ തന്നെ. ഓക്കെ, കേരളം അർജന്റീന. ഇന്നും എല്ലാവർക്കും പറയാം, ഒരുപാട് കാരണങ്ങളുണ്ടാവും. എല്ലാരും കുറ്റം പറഞ്ഞിരിക്കട്ടെ. കുറ്റം പറഞ്ഞു. തോൽപ്പിക്കാൻ ബ്രസീലുകാർ വരെ ഞങ്ങളെ തോൽപ്പിക്കാൻ ബ്രസീലുകാര് സ്വന്തം രാജ്യത്തിന് ഇത് ജേഴ്സി വരെ മാറ്റിട്ട് സ്വന്തം ആവേശമായിട്ട് എല്ലാ മറ്റുള്ളവരുടെ രാജ്യത്തിന് ഏതായാലും വരെയാണ്. നമ്മൾ നാലടിക്കൂ. ഇത് കണ്ടു കളി കാണ്. റഫറി കളിയില്ല, കമ്മിറ്റി കളിയില്ല, ശരിക്കുള്ള ഫുട്ബോൾ. ഡിഫെൻഡിങ് ചാമ്പ്യൻസാ നമ്മളെ കൈമില് കപ്പുണ്ട്. കപ്പ് ചോദിച്ച ആരും വരണ്ട. ഡിഫെൻഡിങ് ചാമ്പ്യൻസാ. ഭദ്രാണ്. കളി കണ്ടല്ലോ അവസാന ദിവസം. വേറെ ഒന്നും പറയാനില്ല. നീ റെഫ്രി ഗിഫ്രി കുഫ്രി ഒന്നും പറ വരാതിക്കരുത്. വെറുതെ എന്തിനാ കപ്പ് ഇവിടെ ഉണ്ട് ബോസാ. വലിയൊരു ആവേശത്തോടെയാണ് ഈ നാടൊന്നാകെ, ഈ നഗരം ഒന്നാകെ, മെസ്സി ആരാധകരൊന്നാകെ, അർജന്റീന ഫാൻസ് ഒന്നാകെ ഈ ഒരു മത്സരത്തെ കണ്ടത്. എന്തായാലും ഇനി ഒരു മത്സരത്തിന്റെ അകലം മാത്രമാണ് മുന്നിലുള്ള. എന്തായാലും ആ മത്സരത്തിനായി, ആ നിമിഷത്തിനായുള്ള കാത്തിരിപ്പിലാണ് അർജന്റീന ഫാൻസ് ഉൾപ്പെടെയുള്ളവർ. ആവേശമാണ്, സ്പിരിറ്റ് ആണല്ലേ. അതെ, അതോടൊപ്പം തന്നെ ഈ ആരാധകർ പറഞ്ഞതുപോലെ കപ്പ് അവരുടെ കയ്യിലുണ്ട്, അർജന്റീനയുടെ കയ്യിലുണ്ട്. അത് ഭദ്രമാണോ അതല്ല സ്പെയിൻ കൊണ്ടുപോകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അവിടെ അർജന്റീന എന്ന് പറയുമ്പോൾ ഒരു കൊച്ചു പയ്യൻ താഴെ നിന്ന് സ്പെയിൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് അത്തരത്തിലാണ് ആവേശം. കോഴിക്കോട്ടാണല്ലോ ഫുട്ബോൾ ആരാധകർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ആരാധകരുള്ളത് ഈ മലബാർ മേഖലയിലാണ്. അതിൻ്റെ എല്ലാ ചൂടും നമുക്ക് ആ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.